എന്തിനു വീണ്ടും ശ്രാവണ പെൺകുടി വന്നു നീ പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞുപോൽ സ്നേഹാർദ്ദയെങ്കിലും. ഡോക്ടർ ജയരാജ് ജനലിലൂടെ നോക്കുമ്പോൾ ഇന്നും അതേ മരങ്ങൾ, ചില്ലകൾ, പൂവിട്ടതും പൂവിടാത്തതുമായ ചെടികൾ, തുറന്നതും തുറക്കാത്തതുമായ ജനാലകൾ, പ്രേമസുരഭിലമായ യൗവനം തിരികെ എത്തും പോലെ. ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തുള്ള ഒരു പഴയ ഒരു പ്രണയബന്ധം, അതും എന്നെ ജീവിതത്തിൽ ഒത്തിരി എന്നെ പിന്തുടർന്നൊരു അനുഭവമാണ്. ഇന്നും ഓർമ്മകളിലൂടെ അത് പിന്തുടരുന്നുണ്ടോ? ഇന്ന് ഓർമ്മകളിലൂടെ പിന്തുടരുന്നുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ തീവ്രമായ അത്തരം ബന്ധങ്ങൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് മാറ്റി വെക്കാൻ കഴിയുകയില്ല. എനിക്ക് ആദ്യം അലോട്ട് ചെയ്യുന്ന മുറി ഇതല്ലായിരുന്നു. പക്ഷെ അന്ന് തൊട്ടേ ഞാൻ നോക്കി നടന്നു എനിക്ക് ഈ ക്ലാസ് മുറി കാണാൻ കഴിയുന്ന ഒരു മുറി എവിടെ കിട്ടുമെന്ന്. ഏതായാലും അത് അങ്ങനെ വന്നപ്പോൾ ഈ മുറി ഒഴിവായപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ മുറിയിലേക്ക് മാറുകയായിരുന്നു. മുൻമന്ത്രി കെ നാരായണക്കുറുപ്പിൻ്റെ മകൻ ജയരാജ് പിന്നീട് NSSൻ്റെ വിവിധ കോളേജുകളിൽ ഇക്കണോമിക്സ് അധ്യാപകനായി. ഒടുവിൽ രാഷ്ട്രീയത്തിലേക്ക് വഴിതെറ്റി വന്നു. ആ സ്മരണകളുടെ സഹയാത്രികരാകുമ്പോൾ കൗതുകം ഉയർന്നേക്കും. ആ പെൺകുട്ടി ഇന്നെവിടെയാകും? ഞാൻ ഒരിക്കൽ അതിനുവേണ്ടി ശ്രമം നടത്തി. പക്ഷേ ഞാൻ ആ വ്യക്തി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ സാന്ദർഭികമായി ഞാൻ കടന്നു ചെന്നു. പക്ഷെ അന്നവിടെ ഇല്ലാത്ത മൗനങ്ങൾ മാറാതെ കെട്ടി മരവിച്ച ശൂന്യമാമിടത്താഴിയിൽ എവിടെയോ വായിച്ചത് ഓർമ്മ. പ്രതിവിധിയില്ലാത്ത രോഗം, സ്നേഹമാണ്. MLA ഹൗസിലെ 44 നമ്പർ മുറിയിൽ എബ്രഹാം